പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ നിലമ്പൂരുകാരുടെ സ്വന്തം VM സാദിഖലി സർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞാൻ മലപ്പുറം സ്വദേശിയാണ്, എനിക്ക് ഴ എന്നത് യ എന്നേ വരൂ, കൃത്രിമമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്നിങ്ങനെയായിരുന്നു പോസ്റ്റിൽ പറയുന്നത്. സോ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ സ്വന്തം രജനി ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മഴയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പദ്യം വന്നു. അപ്പോൾ ആ പദ്യത്തിൽ തുടർച്ചയായിട്ട് മഴ എന്നുള്ള വേർഡ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും മഴ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും മഴ തന്നെയാണ് ഞങ്ങൾ പറയുന്നതും. അപ്പോൾ ടീച്ചറെടുത്ത എഫേർട്ടാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരു പദ്യമുണ്ട്: മഴ പെയ്തു പുയ വെള്ളം കര കാവിഞ്ഞൊഴുകുമ്പോൾ പുയ വക്കത്തിരുന്നവർ പയം പൂയുങ്ങി. ഇതിലൊക്കെ പറയുന്നത് യായാണ്, ഴയല്ല. അപ്പോൾ അങ്ങനെ ഒരു പാട്ടും ഓർമ്മ വന്നു. സോ മലപ്പുറമാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, കാസർഗോഡാവട്ടെ, തൃശ്ശൂരാവട്ടെ, എല്ലാ ജില്ലക്കാർക്കും അവരുടേതായ ഒരു ശൈലി ഉണ്ടാവും, ഭാഷാ ശൈലി ഉണ്ടാവും. അവരതിലേ സംസാരിക്കുള്ളൂ. പക്ഷേ മലപ്പുറത്തെ തുടർച്ചയായിട്ട് ഈ ഭാഷയുടെ പേരിൽ ടാർഗറ്റ് ചെയ്യുന്ന, അവഹേളിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഒരു നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകളെ ഇന്നും കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയാസമാണ് VM സാദിഖലി സർ പറഞ്ഞത്. ഭ എന്ന് പറയുന്നിടത്ത് ഫ എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ഴ എന്ന് പറയേണ്ടടുത്ത് യ എന്ന് പറയുന്ന ഞങ്ങളെപ്പോലുള്ള മലപ്പുറംകാരുണ്ട്. സോ ആശയവിനിമയം നടത്താനാണ് ഭാഷ. അത് എന്തായാലും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ട്. മലപ്പുറം ഭാഷയെ എന്നും കളിയാക്കുന്ന ചിലരോടാണ് പറയാനുള്ളത്: ഈ ഭാഷ എന്നത് ഞങ്ങളുടെ ചരിത്രമാണ്, ഈ ഭാഷ എന്നത് ഞങ്ങളുടെ സംസ്കാരമാണ്, ഈ ഭാഷ ഞങ്ങളുടെ സ്നേഹമാണ്, ഈ ഭാഷ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ചങ്ങായിമാരെ, മഴ പെയ്താലും മഴ പെയ്താലും വെള്ളം കിട്ടിയാൽ പോരെ എന്ന് മാത്രമാണ് എനിക്ക് കുത്തിത്തിരിപ്പുകാരോട് പറയാനുള്ളത്.